Hello kutis, welcome back to Salem Learning. It's me Anuratna. നിങ്ങളുടെ സ്വന്തം അനുവിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് പഠിച്ച ഒരു ചാപ്റ്റർ ആയിരുന്നു ഏതടാ, ജോയിനിങ് പാർട്സ് എന്നുള്ള ചാപ്റ്റർ അല്ലെ, ഭാഗങ്ങൾ ചേരുമ്പോൾ. അപ്പൊ നിങ്ങൾ ഇത് മുൻപേ ഒരു ചാപ്റ്ററിൽ പഠിച്ചതിന്റെ ബാക്കിയാണ് നിങ്ങൾ ഈ അവസാന സെക്ഷനിലേക്ക് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിലുള്ളത്. അപ്പൊ ഒരിക്കലും കൺഫ്യൂഷനോ കാര്യങ്ങളോ വരാനായിട്ടൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഫ്രാക്ഷനില് അല്ലെ, ഫ്രാക്ഷൻസ് വലിയ വലിയ ഫ്രാക്ഷൻസ് ചെറുതാക്കി കൊണ്ടുവരുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് ഉണ്ടാവാനേ പാടില്ല. അപ്പൊ അത് ഇന്നത്തോടെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ റെഡി ആണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒരു പിക്ചർ കാണിച്ചു തരാം. എന്റെ കുട്ടികൾ എന്ത് ചെയ്യാം, മിസ്സിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോന്നും ഞാൻ പറയുന്നതിന് മുൻപേ തന്നെ എന്ത് ചെയ്യാ, കിട്ടുന്നുണ്ടെങ്കിൽ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ വേഗം കമന്റ് ബോക്സിൽ തന്നെ ആൻസർ ആയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ് ആദ്യത്തെ ഒരു പിക്ചർ കാണിച്ചു തരാം. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ തന്നെയാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കാൻ 3 സർക്കിൾ ഉണ്ട് അല്ലെ, 3 വട്ടങ്ങളുണ്ട്. അപ്പൊ വട്ടങ്ങളെ നമ്മൾ എന്താക്കി, ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം, ഞാനിതാ ഒരു സർക്കിളിനെ മൊത്തത്തില് അല്ലെ 3 സെക്ഷൻ ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ് എന്താടാ, അതില് ഒരു ഭാഗം അല്ലെ, ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, 1/3 എന്ന് പറയുക. 3 ഭാഗങ്ങളാക്കിയതില് ഒരു ഭാഗം, അതാണ് 1/3. ഓക്കെ, റെഡി ആണോ? അപ്പൊ അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യാ, അതാ ഇവിടെ നമുക്ക് ആൻസർ അത് 1/3 ആണ്. സെറ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, അടുത്ത സെക്ഷനിൽ നമ്മൾ സർക്കിളിനെ 1 2 3 4 5 6 6 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. അപ്പൊ 6 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തതിൽ എത്ര പാർട്ടാണ് ഞാൻ കളർ ചെയ്തത്? എത്രണ്ണ? 2 എണ്ണേ ഉള്ളൂ. അപ്പൊ നോക്കിക്കേ, 2 എണ്ണം എന്ന് പറഞ്ഞാല് 6 എണ്ണത്തിൽ 2 പാർട്ട് കളർ ചെയ്തു. അപ്പൊ കളർ ചെയ്ത പോർഷൻ എത്രയാന്ന് വെച്ചാൽ എന്താ എന്റെ മക്കള് പറയാ, എന്താ പറയുക, 2/6 അല്ലെ, 2/6 എന്ന് പറയും. സെറ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ ഒരുപാട് പീസസ് ആക്കി എന്താക്കിയടാ, ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. നോക്കാം നമുക്ക്, 1 2 3 4 5 6 7 8 9 10 11 12 പീസസ് ആക്കി, 12 പീസസ് ആക്കിയിട്ട് നമ്മൾ ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലാകെ ഞാൻ നോക്കിക്കേ 4 പീസിന് മാത്രമേ കളർ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവിടെ എത്ര ഭാഗങ്ങളാണ് നിങ്ങൾ കളർ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താ പറയുക? നോക്കിക്കേ, 12 എണ്ണത്തില് ആകെ 4 എണ്ണം മാത്രമേ കളർ ചെയ്തുള്ളൂ. അപ്പൊ എന്താ പറയാ, 4/12 അല്ലെ, 4/12. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ 3 ഫ്രാക്ഷൻസും തുല്യമാണോ, ഈക്വൽ ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ ഇതാ ഈ ഒരു കാര്യം എന്നെ കുട്ടികൾക്ക് കാണുമ്പോഴേ കിട്ടിയിട്ടുണ്ടാവും. എത്രയാണ് ഫ്രാക്ഷൻ വരിക എന്നുള്ളത് ഈ ഒരു പിക്ചർ വൈസ് ആയിട്ട് കാണുമ്പോൾ എണ്ണി നോക്കിയാൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് വെച്ചിട്ട് എന്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ എന്റെ ചോദ്യം അതല്ല, ഈ 3 ഫ്രാക്ഷൻസും ഈക്വൽ ആണോ? അതിന് വേണ്ടിയിട്ട് ഇത് നോക്കിക്കേ, ഇവിടെ 1/3 എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ഏറ്റവും ചെറിയ രൂപമാണ് അല്ലെ. ഈ 1നെയും 3നെയും എന്റെ മക്കൾക്ക് ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഏറ്റവും ചെറിയ ഫോം ആണ് 1/3. ഇനി ഇവിടെ നോക്കിക്കേ, 2/6 എനിക്ക് ഇനി ചെറുതാക്കിക്കൂടെ? ഇതിനെ വേഗം നേരെ പകുതിയാക്കി നോക്കിക്കേ, നേരെ പകുതിയാക്കി നോക്കുക. 2നെ നേരെ പകുതിയാക്കിയാൽ 1 എന്ന് വരും ഇല്ലേ, 1. ഇനി ഇതാ 6നെ നേരെ പകുതിയാക്കിയാൽ എത്ര വരും? 3 എന്ന് വരും. അപ്പൊ ഇതാ 2/6 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ, 1/3 തന്നെയാണ് അല്ലേടാ. അപ്പൊ ദാ ഈ ഫ്രാക്ഷൻസ് രണ്ടും എന്താ, സെയിം ആണെന്ന് കിട്ടി. ഇനി അടുത്ത നോക്കിക്കേ, നമ്മൾ 3ാമത്തെ പോർഷൻ ഒന്ന് ചെറുതാക്കി നോക്കാം. അപ്പൊ ദാ വേണമെങ്കിൽ എന്റെ കുട്ടിക്ക് എന്ത് ചെയ്യാം, നേരെ ചെറുതാക്കി മാറ്റാം. പക്ഷെ ഞാൻ എന്റെ കുട്ടിയെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് 2 വേസ് ആയിട്ട്, ആദ്യം ഒരു തവണ ചെറുതാക്കുന്നു, വീണ്ടും പറ്റുമെങ്കിൽ ഒന്നുകൂടെ ചെറുതാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അങ്ങനെ നേരെ ചെറുതാക്കിയാൽ എന്ത് വരും, 2/6 എന്ന് വരും. ഇനി ഇതിനെ ചെറുതാക്കാം. ഇനി പകുതിയാക്കിയാൽ എന്ത് വരൂടാ, 1/3 എന്ന് തന്നെ വരും. അപ്പൊ നോക്കിക്കേടാ, ഇവിടെ 1/3 എന്ന് കിട്ടി. ഇതാ 1/3യും ഈ 1/3യും ഈ 1/3യും എന്ന് പറഞ്ഞാൽ 3 പോർഷനും ഇല്ലേ, ഇവിടെ തന്ന കളർ ചെയ്ത എല്ലാ പോർഷനും സെയിം ആണ്. ഫ്രാക്ഷനിൽ നിങ്ങൾ സെയിം ആണെന്ന് കണ്ടു. അപ്പൊ ഫ്രാക്ഷനെ നമ്മൾ എന്താക്കാൻ പഠിച്ചു, ചെറുതാക്കാൻ പഠിച്ചു ഇല്ലേ. ഇത് നേരിട്ട് നിങ്ങൾക്ക് ചെറുതാക്കാട്ടോ. ഇത് നോക്കിക്കേ, ഇത് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, 2 × 2 ആണ് എന്ന് എഴുതാം. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് 2 × 2 എന്നുള്ള രീതിയിൽ എഴുതാതെ തന്നെ 1 × 4 എന്നുള്ള രീതിയിൽ എഴുതാം. 12 3 × 4 ആണ് 12. അപ്പൊ 4 എന്ന് പറയുന്ന സംഖ്യ 2ലും കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് 1/3 എന്ന് നേരിട്ട് എഴുതാം. അപ്പൊ നേരിട്ട് മിസ് ആദ്യമേ പറയാതിരുന്നത് മക്കൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നോക്കിക്കേ, ഇതൊന്നും ചെയ്ത് നോക്കാതെ പിക്ചർ വൈസ് ഒന്ന് നോക്കിക്കേ എന്റെ കുട്ടികളെ. ഇത് പിക്ചർ വൈസ് നോക്കുമ്പോ ഈ ഒരു ഭാഗം വരെ കളർ ചെയ്തു, അതേപോലെ തന്നെയല്ലേ ഇവിടെ ഉള്ളത് അല്ലെ. ഈ ഭാഗം വരെ നമ്മൾ കളർ ചെയ്തു.
ഇനി ഇവിടെ നോക്കിക്കേ, അതേപോലെ തന്നെയാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ദാ നോക്കിക്കേ, കളർ കൊടുത്ത പോർഷൻസ് ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് ഫ്രാക്ഷനെ നമ്മൾ നോക്കി ചെറുതാക്കി വന്നപ്പോ അതും സെയിം ആണെന്ന് കിട്ടി. അപ്പൊ സെറ്റ് ആണെങ്കിൽ അടുത്തതും ഇതേപോലെ എനിക്ക് കുട്ടികൾ ഒന്ന് പറഞ്ഞു തരും എത്രയായിരിക്കും വരിക എന്നുള്ളത്. നമ്മളൊന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. റെഡി? ഇത് നോക്കിക്കേ, ഒരു സർക്കിളില് 3 ഭാഗം, സ്പീഡായിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു സർക്കിളിലെ 3 ഭാഗമാക്കിയതില് 2 ഭാഗം കളർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ വരുക? ആ 3 എണ്ണത്തിൽ 2 എണ്ണം കളർ ചെയ്തു എന്ന് പറയുമ്പോ 2a/3 എന്ന് വരും അല്ലെ, 2/3. ഇനി ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 6 പാർട്ട് ആക്കിയിട്ടുണ്ട്, 6 പോർഷൻസ് ആക്കിയിട്ടുണ്ട്. അതിൽ നോക്കിക്കേ 1 2 3 4 ഭാഗമേ കളർ ചെയ്തുള്ളൂ. അപ്പൊ എന്താ വരുക? 4a/6 എന്ന് വരും. ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? ഇവിടെ തന്നെ ഒന്ന് ചെറുതാക്കി നോക്കിക്കേ. ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? ഒന്ന് നേരെ പകുതി ആക്കി നോക്കാം അല്ലെ. 4 നേരെ പകുതിയാക്കിയാൽ 2 എന്ന് വരും, 6 നേരെ പകുതിയാക്കിയാൽ 3 എന്ന് വരും. അപ്പൊ 2/3 2/3 ഈക്വൽ ആണ്. പിക്ചർ വൈസും കളർ കൊടുത്ത് നോക്കുമ്പോൾ ഈക്വൽ ആണ് അല്ലെ. അതേപോലെ ഫ്രാക്ഷൻസും ഈക്വൽ ആണ് ചെറുതാക്കി നോക്കിയാൽ. ഇനി അടുത്ത് നോക്കാം നമ്മള്. അടുത്ത് നോക്കിക്കേ, 1 2 3 4 5 6 അതേപോലെ 6 പാർട്സ് താഴെയുണ്ട് എന്ന് പറഞ്ഞാൽ 12 പീസസ് ആക്കി മുറിച്ചിട്ടുണ്ട്. ഈ 12ല് ഞാൻ എത്ര എണ്ണത്തിനാ കളർ കൊടുത്തത്? മുകളിലുള്ള 6 എണ്ണം പ്ലസ് അവിടെയുള്ള 2 എണ്ണം അല്ലെ. അപ്പൊ അതാ 8 എണ്ണത്തിന് കളർ കൊടുത്തു. 12 പീസസിൽ അല്ലെ, 12 പീസ് ആക്കിയതില് 8 എണ്ണത്തിന് കളർ കൊടുത്തു എന്ന് പറഞ്ഞാല് 8a/12 എന്ന് വരും. ഈ 8a/12 എനിക്ക് ഇനി ഒന്ന് ചെറുതാക്കാൻ പറ്റുമോ? നേരത്തെ പോലെ ഒന്ന് ചെറുതാക്കി നോക്കിക്കേ എന്റെ കുട്ടികള്, ചെറുതാക്കി നോക്കിക്കേ. ഇതേ ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 2 × 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. അതേപോലെ 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പൊ ഇതിൽ രണ്ടിലും ഈ 4 എന്ന് പറയുന്ന സംഖ്യ കോമൺ അല്ലേടാ? കോമൺ ആണ്, പൊതുവായിട്ടുള്ള സംഖ്യയാണ്. അപ്പൊ ബാക്കി വരുന്ന ആരാ? 2/3 ആണ്. അപ്പൊ 8/12 ചെറുതാക്കിയാൽ നമുക്ക് എന്ത് എഴുതാം? 8/12 ചെറുതാക്കിയാ 2/3 എന്ന് എഴുതാം. 2/3. അപ്പൊ ഈ 3 ഫ്രാക്ഷൻസും ചെറുതാക്കി എഴുതാൻ എന്റെ കുട്ടികൾ പഠിച്ചു ഇല്ലേ, ചെറുതാക്കി എഴുതാൻ പഠിച്ചു. അപ്പൊ ഇതേപോലെ ഇതൊന്ന് തല തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ഫ്രാക്ഷണൽ രീതിയിൽ എഴുതാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ഒരു പ്രോബ്ലം മിസ് തരാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം ആണ്. അപ്പൊ അത് മിസ് ഇതിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയത് എന്റെ കുട്ടികളെ അതൊന്ന് പ്രോബ്ലം വൈസ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ റെഡിയാണ്. അപ്പൊ ഇതേപോലെ തന്നെയുള്ള ഒരു കുഞ്ഞി പ്രോബ്ലം, അത് 2 പ്രോബ്ലം മിസ് ചെയ്തരും, 3ാമത്തത് എന്റെ കുട്ടികൾ തന്നെ ചെയ്യണം. ഓക്കെ, റെഡി ആണെങ്കിൽ ഇതാണ് നമ്മളെ പ്രോബ്ലം വരുന്നത്. എന്താ? ഇത് ഇവിടെ ബാക്കിയുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെ ഓരോ ഭാഗങ്ങൾ വിട്ടിട്ടുണ്ട്, അത് പൂരിപ്പിച്ചാൽ മാത്രം മതി. അപ്പൊ 1ാമത്തെ പ്രോബ്ലം നോക്കിക്കേ. 3/5 ഈക്വൽ ടു മുകളിൽ ന്യൂമറേറ്റർ കൊടുത്തിട്ടില്ല, താഴെ 30 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുകളിലുള്ള സംഖ്യ നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? നോക്കിക്കേ, നിങ്ങൾ ഈ 5/3 അല്ലെ, ഈ 5/3 എന്താക്കിയിട്ടുണ്ട്? ഇത് താഴെ നിങ്ങൾ 30 എന്ന് കൊടുക്കാൻ പറ്റി. 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാടാ 30 കിട്ടുക? 5നെ നിങ്ങൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 6 കിട്ടിയത് അല്ലേ? 6 5 അല്ലേ 30. അപ്പൊ 5നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിനെ നിങ്ങൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതോ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എടാ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താ? ചങ്സ് ആണ്. നിങ്ങളിപ്പോൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പൊ നിങ്ങൾ ഡിനോമിനേറ്റർ 5നെ നിങ്ങൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ന്യൂമറേറ്ററിന് സങ്കടാവില്ലേ? അപ്പൊ ന്യൂമറേറ്ററിനെ നിങ്ങൾ എന്ത് ചെയ്യണം? 6 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 6 3 18 ആണ് അതാ മുകളിൽ വരേണ്ട സംഖ്യ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു. ഇനി 2ാമത്തെ നോക്കിക്കേ. 5/6 ഈക്വൽ ടു ന്യൂമറേറ്റർ തന്നിട്ടുണ്ട്, ഡിനോമിനേറ്റർ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതെ, മുകളിലുള്ള 5നെ അല്ലെ, 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടും നോക്കണം. നമ്മൾ വലിയ ഫ്രാക്ഷൻ ആക്കി എഴുതിയത് അല്ലെ, ഇവിടെ ചെറിയ ഫ്രാക്ഷനെ വലിയ ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതി. ഇത് രണ്ടും സെയിം ഫ്രാക്ഷൻ ആണ്. അപ്പൊ രണ്ടും എന്താക്കി? ചെറുതിനെ വലുതാക്കി മാറ്റി എഴുതി. അതേപോലെ ഇവിടെ 5/6 എന്ന് പറഞ്ഞാൽ ചെറിയ ഫ്രാക്ഷൻ ആണ്, അതിനെ വലുതാക്കി എഴുതാൻ പോവാ നമ്മള് അല്ലെ. അപ്പൊ അതാ ഒരേപോലത്തെ സംഖ്യകൾ മുകളിലും താഴെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എന്ത് ചെയ്യണം? അംശത്തിനെയും ഛേദത്തിലും ഒരേപോലത്തെ നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 40 കിട്ടും? 20 കിട്ടും. 4 ആണ് അല്ലെ, 5 4 ആണ് 20. അപ്പൊ എന്ത് ചെയ്യാൻ പോവാണ് ഞാൻ? ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 20 കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലും എത്ര കൊണ്ട് തന്നെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 6 4 24 എന്ന് നിങ്ങൾക്ക് താഴെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നോക്കിക്കേ. അപ്പൊ 5/6 എന്ന് പറഞ്ഞാലും 20/24 എന്ന് പറഞ്ഞാലും സെയിം ഫ്രാക്ഷൻ ആണ്. സെയിം ഫ്രാക്ഷൻ ആണ്, ഒരേപോലത്തെ നമ്പേഴ്സ് കൊണ്ടാണ് നിങ്ങൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെ അല്ലെ അംശത്തിലും ഛേദത്തിലും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിച്ചൂടെ?
പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാല് 45/75 ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെറുതാക്കി എഴുതണം. അപ്പൊ ചെറുതാക്കി എഴുതണം എന്ന് മനസ്സിലായത് ന്യൂമറേറ്ററിൽ 3 എന്ന് തന്നിട്ടുണ്ട്, ഡിനോമിനേറ്റർ തന്നിട്ടില്ല. അപ്പൊ 45 എത്ര കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 3 കിട്ടും നോക്കാം. അതേ സംഖ്യ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ട് കിട്ടുന്ന കാര്യമുള്ളൂ. എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക? സ്പീഡായിട്ടൊന്ന് വേഗം ചെയ്തിട്ട് നമ്മളെ കമന്റ് ബോക്സിൽ ഓടി വന്നിട്ട് ആൻസർ പറയുക. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പക്ഷെ കഴിഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധമുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ 5ാം ക്ലാസ്സിൽ ഒരുപാട് ചാപ്റ്റർ ഉണ്ടെങ്കിലും അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ കുട്ടിക്ക് ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിങ്ങൾ ചാപ്റ്റർ വൈസ് എവിടെ നിന്നെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ആ ഒരു ഡൗട്ടിന്റെ ക്ലിയറിംഗ് സെക്ഷനുമായിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.